നമസ്കാരം. IPL-ന്റെ 18ാം സീസണിൽ നിന്നും പടിയിറങ്ങിയ ആദ്യത്തെ ടീമായി മാറിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ്. പ്ലേ ഓഫ് പ്രതീക്ഷകൾ നേരത്തെ തന്നെ അസ്തമിച്ചു കഴിഞ്ഞ അവർ അവസാന ലീഗ് മത്സരത്തിൽ തകർപ്പൻ ജയവുമായി വിടവാങ്ങൽ ആഘോഷിക്കുകയും ചെയ്തു. അങ്ങനെ ഈ വർഷത്തെ അവസാന കുപ്പായം അണിഞ്ഞ് ഓരോ രാജസ്ഥാൻ റോയൽസ് ടീം അംഗങ്ങളും തിരിച്ച് മടങ്ങുമ്പോഴേക്കും എല്ലാവരും നോക്കുന്നത് സഞ്ജുവിനെ തന്നെയാണ് എന്ന് പറയാം. സഞ്ജു ഇനി രാജസ്ഥാനിൽ തുടരുമോ? കൊൽക്കത്തയിലേക്ക് തിരിച്ചു പോകുമോ? മറ്റേതെങ്കിലും ടീം വാങ്ങുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സഞ്ജുവിന്റെ അവസാന മത്സരം രാജസ്ഥാൻ റോയൽസ് എന്ന തന്നെ വളർത്തിയ ടീമിനോടുള്ള എല്ലാ ആദരവോടുകൂടിയും അദ്ദേഹം കളിച്ച കളി എല്ലാവരും മനോഹരമായി ഓർക്കുന്നു. അദ്ദേഹം അവസാനമായി രാജസ്ഥാൻ റോയൽസിന്റെ പിങ്ക് ആർമി ടീഷർട്ടിൽ നിൽക്കുമ്പോൾ അതെല്ലാവർക്കും അത് വളരെയധികം തന്നെ സന്തോഷമായി. ആ ജേഴ്സിയിൽ നിന്ന് ഇനി അടുത്ത വർഷത്തേക്ക് മറ്റൊരു ജേഴ്സിയിലേക്ക് മാറുമോ, അതോ പിങ്ക് ആർമിയിൽ തന്നെ നിൽക്കുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളും നിൽക്കുന്നുണ്ട്. 5 തവണ ചാമ്പ്യന്മാരായ MS ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സിനെ 6 വിക്കറ്റ് റോയൽസ് വാരിക്കളയുകയായിരുന്നു. അതെല്ലാവരും കണ്ണിറയെ കണ്ടൊരു സംഭവം തന്നെയായിരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സ് തോറ്റുവെങ്കിലും ചെന്നൈ ആരാധകർക്ക് പോലും ചെറിയ സന്തോഷമുണ്ടായിരുന്നു. കാരണം സഞ്ജുവിന്റെ അവസാനത്തെ മത്സരം ജയിച്ചുകൊണ്ട് അദ്ദേഹം മടങ്ങുന്നത് കാണുമ്പോൾ തന്നെ ഒരു ചെറിയ സന്തോഷം. പ്ലേ ഓഫിലേക്ക് എത്താനായില്ലെങ്കിലും ജയത്തോടെ പോസിറ്റീവായി സീസൺ അവസാനിപ്പിക്കാനായത് തീർച്ചയായും റോയൽസിനെ സന്തോഷിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പറയാം. ഈ സീസണിലെ മത്സരങ്ങൾ പൂർത്തിയായതോടെ റോയൽസ് ഉറ്റുനോക്കുന്നത് സഞ്ജുവിന്റെ ഭാവിയെക്കുറിച്ചാണ് എന്നും പറയാം. അടുത്ത സീസണിലും അദ്ദേഹം റോയൽസിൽ തുടരുമോ എന്നതും അല്ലെങ്കിൽ മറ്റൊരു ടീമിലേക്ക് ചേക്കേറുമോ എന്നതും സംശയമാണ്. എന്നാൽ തന്റെ IPL ഭാവിയെക്കുറിച്ച് നിർണായക സൂചന നൽകിയിരിക്കുകയാണ് സഞ്ജു. ചെന്നൈയുമായുള്ള മത്സരശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജസ്ഥാൻ റോയൽസ് വിടാൻ തനിക്കൊരു പ്ലാനും ഇല്ല എന്നും അടുത്ത IPL സീസണിൽ ശക്തമായി തിരിച്ചു വരും എന്ന് തന്നെയാണ് ഇപ്പോൾ സഞ്ജു പറയുന്നത്. എന്നാൽ ടീം അംഗങ്ങൾക്ക് സഞ്ജുവിനെ വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനും സാധിക്കില്ല എന്ന് ഓർക്കണം. പോസ്റ്റ് മാച്ച് ഷോയിൽ സംസാരിക്കവെയായിരുന്നു റോയൽസിന്റെ ഈ സീസണിനെ കുറിച്ചും അടുത്ത സീസണിനെ കുറിച്ചുമുള്ള തയ്യാറെടുപ്പുകളുമൊക്കെ സഞ്ജു പറഞ്ഞത്. ഞങ്ങൾക്ക് ഈ സീസണിൽ തീർച്ചയായും കൂടുതൽ നന്നായി ചെയ്യാൻ സാധിക്കുമായിരുന്നു, പക്ഷെ ചെയ്തില്ല. ഇതിൽ ഭാഗ്യത്വമൊന്നുമല്ല. ജയിക്കാത്തതിന്റെ കാര്യം ചില കളികളൊക്കെ തന്നെ റോയൽസ് തോറ്റിരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞങ്ങൾ ഈ സീസണിൽ തന്നെ ഈ പിഴവുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. ചില പിഴവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ക്ഷമിക്കണം. അടുത്ത IPL സീസണിൽ കൂടുതൽ മെച്ചപ്പെട്ട മാനസികാവസ്ഥയോടെ ഞങ്ങൾ തിരിച്ചെത്തും. അത് ആവശ്യമുള്ള കാര്യമാണെന്നും സഞ്ജു പറയുന്നുണ്ട്. സഞ്ജു വ്യക്തമാക്കിയ വാക്കുകളാണ് ഈ മേൽ പറഞ്ഞതെല്ലാം. റോയൽസ് വിടാൻ യാതൊരു പ്ലാനും ഇല്ലെന്നും അടുത്ത സീസണിലും താൻ ടീമിലുണ്ടാവുമെന്ന നിർണായക സൂചന കൂടിയാണ് ഈ വാക്കുകളിലൂടെ അദ്ദേഹം നൽകിയിരിക്കുന്നതെന്ന് കൂടി കൂട്ടിച്ചേർക്കാം. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി തന്നെ സഞ്ജുവിന്റെ IPL ഭാവിയെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു. കോച്ച് രാഹുൽ ദ്രാവിഡുമായി അദ്ദേഹം അത്ര അടുപ്പത്തിലല്ലായിരുന്നുവെന്നും ഈ കാരണത്താൽ തന്നെ സീസണിന് ശേഷം ടീം വിടുമെന്നുമെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ടീമുകളുമായി ബന്ധപ്പെടുത്തിയെല്ലാം തന്നെ സഞ്ജുവിന്റെ പേരിൽ വാർത്തകളും വന്നു. ഈ സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ കണ്ടെത്തലായി മാറിയിരിക്കുന്ന 14-കാരനായ വൈഭവ് സൂര്യവംശിയെ വാനോളം പുകഴ്ത്താനും സഞ്ജു സാംസൺ മറന്നില്ല. വൈഭവിനെ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. അവൻ നേടിയ ആ സെഞ്ചുറി ശരിക്കും ഒരു ക്ലാസ് തന്നെയായിരുന്നു എന്ന് പറയാം. ഒരു സ്ലോ ബോളിനെ കവറിന് മുകളിലൂടെ പായിക്കാൻ അവന് സാധിക്കും. ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള ഈ മത്സരത്തിൽ മധ്യ ഓവറുകളിൽ വരെ സ്മാർട്ടായിട്ടാണ് വൈഭവ് തന്റെ ബാറ്റിംഗുമായി മുന്നോട്ട് പോയത്. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ കളിയെക്കുറിച്ച് അവന്റെ അവബോധം ഗംഭീരം തന്നെയാണെന്ന് സഞ്ജു ചൂണ്ടിക്കാട്ടി. ചെന്നൈ നൽകിയ 188 റൺസിന്റെ വിജയലക്ഷ്യം വളരെ അനായാസനം മറികടക്കാൻ റോയൽസിന് സാധിച്ചു എന്ന് പറയാം. ജയ്സ്വാളിന്റെ തകർപ്പൻ 50 ഇതിന് കാരണം. 33 ബോളിൽ 4 വീതം 4-6 അടക്കം താരം അടിച്ചെടുത്തു. 57 റൺസാണ്. രണ്ടാം വിക്കറ്റിൽ വൈഭവും സഞ്ജുവും ചേർന്നെടുത്ത 98 റൺസാണ് റോയൽസിന്റെ വിജയത്തിന് അടിത്തറയിട്ടത്.